ഫ്രാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റും അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ഇതേടാ, 9 ലിറ്റർ പാൽ 4 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതി കൊടുക്കും? 9/4 ലിറ്റർ എന്ന് എഴുതി കൊടുക്കും അല്ലെ. അതിൽ ഒരാൾക്ക് 9/4 ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനെങ്ങനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക എന്നാണ് പറയുന്നത്. സോ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. അതും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ 9നെ 4 കൊണ്ട് സാധാരണ പോലെ എന്ത് ചെയ്യുക? ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്യുക. നോക്കടാ, 9ലെ 4 2 തവണ പോകും അല്ലെ. 2 4 8. ബാക്കി റിമൈൻഡർ ആയിട്ട് നിങ്ങൾക്ക് 1 കിട്ടിയിട്ടുണ്ടായിരിക്കും, ശിഷ്ടം 1 കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇതിനെ നമ്മൾ എഴുതുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ കോഷ്യന്റ് ആയിട്ട് കിട്ടിയ 2നെ എഴുതുക. ദെൻ നിങ്ങൾ റിമൈൻഡറിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ 1നെ 4 കൊണ്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ പറയുന്നത് 2 1/4 എന്നാണ് വായിക്കുക. 2 1/4. എങ്ങനെയാ എഴുതേണ്ടത്? ഉത്തരമായിട്ട് കിട്ടിയ 2 അതാണ് കോഷ്യൻ, അതിനെ ഞാൻ ആദ്യം എഴുതി. പിന്നീട് ഞാൻ എന്ത് ചെയ്തി? ഇവിടെയുള്ള റിമൈൻഡറിനെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഇതുപോലെ എഴുതി 1/4. ഈ 1/4. അപ്പൊ 2 1/4 എന്ന് എനിക്ക് ആൻസർ കിട്ടി. സോ 9/4 എന്ന് പറഞ്ഞാലും 2 1/4 എന്ന് പറഞ്ഞാലും ആൻസർ സെയിം ആയിരിക്കും. സോ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ഒരു സാധാരണ ഫ്രാക്ഷനെ എങ്ങനെ മിശ്ര ഭിന്നത്തിലേക്ക്, മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ അത് മാത്രമല്ല, നമ്മൾ പൃഥ്വി ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ നമുക്കിനി അവിടെ വെച്ച് കാണാം. ബൈ ബൈ.